ഹലോ ഓൾ, വെൽക്കം ടു റൈസപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 9 ആണ്. ഇന്ന് നമുക്ക് എഴുതാനുള്ളത് ഒരു സൊസൈറ്റി ക്വസ്റ്റ്യനാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ഈസ് എ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ, ഹൗ ഡസ് ദാറ്റ് അഫക്ട് ദ ഏജിങ് പോപ്പുലേഷൻ? നമ്മുടെ ബേസിക് സൊസൈറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് എന്താണ്, ഇന്ത്യ ഈസ് എ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. ആ ട്രാൻസിഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഓൾഡ് ഏജ് പോപ്പുലേഷനെ ബാധിക്കുന്നത്? ജെറിയാട്രിക് കെയറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ഈ ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെയൊക്കെ ഇൻട്രോ എഴുതാം? നമ്മുടെ ഇൻട്രോ എങ്ങനെയൊക്കെ എഴുതാം? നമുക്ക് വേണമെങ്കിൽ ജെറിയാട്രിക് കെയറിനെ കുറിച്ച് ഒരു ഇൻട്രോ എഴുതാം. പക്ഷേ അങ്ങനെ ഒരു ഇൻട്രോ എഴുതിയ എന്താ പ്രശ്നം? നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സിൻ്റെ ആ ഒരു ട്രാൻസിഷൻ എന്ത് ചെയ്യും? ഭയങ്കര ക്യുക്കായിരിക്കും. സോ ബെറ്റർ എന്താ ചെയ്യണം? നമുക്ക് ഇൻട്രോ ഇന്ത്യ ഈസ് എ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രോ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സോ ഇൻട്രോ ഇസ് ലൈക്ക്, ഇന്ത്യ a nation of over a billion people is experiencing rapid multifaceted transitions. These changes are rooted in its post-independence development, economic liberalization, global influences, technological advancement and internal social movement. ഇൻട്രോയിൽ എന്താ ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി ഒരുപാട് ട്രാൻസിഷനിലൂടെ പോകുന്നു, അതിൻ്റെ റീസൺസാണ് നമ്മൾ ഇൻട്രോയിൽ കൊടുത്തിട്ടുള്ളത്. നൗ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സോ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോർ പാർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഡ്രസ്സിങ് വളരെ ചുരുങ്ങിയ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺവേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിൻ്റായിട്ട് എഴുതാം. ബെറ്റർ നിങ്ങൾക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. സോ ഞാനിവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലാണ്. സോ എന്തൊക്കെ ട്രാൻസിഷനാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ളത്? ഫസ്റ്റ് എന്താണ്? സോഷ്യോ കൾച്ചറൽ ട്രാൻസിഷൻ. എന്തൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ ട്രാൻസിഷനിൽ? ചേഞ്ചിങ് ഫാമിലി സ്ട്രക്ചർ. എങ്ങനെയാണ് ഫാമിലി സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുന്നത്? ലൈക്ക് ജോയിൻറ്റ് ഫാമിലി ടു ന്യൂക്ലിയർ ഫാമിലി, അതുപോലത്തെ കാര്യങ്ങൾ. കാസ്റ്റ് ഡൈനാമിക്സ്, നമ്മുടെ ഒരു കാസ്റ്റിൻ്റെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിമൻ്റെ സ്റ്റാറ്റസ്, വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാംസിലൂടെ വിമൻ്റെ സ്റ്റാറ്റസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് ട്രാൻസിഷൻ ഫ്രം അഗ്രേറിയൻ ടു സർവീസ് എക്കോണമി. നമ്മുടെ ഇന്ത്യൻ എക്കോണമി കൂടുതലായിട്ടും അറ്റ് പ്രസൻറ്റ് എന്താണ്? സർവീസ് എക്കോണമിയാണ്. ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ എന്തായിരുന്നു? ഇറ്റ്സ് ലൈക്ക് ആൻ അഗ്രേറിയൻ എക്കോണമി. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ട് അല്ലേ? മെജോറിറ്റി ഒരു ഓൺ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഗവൺമെൻറ് ഇസ് സപ്പോർട്ടിങ് ദിസ് സ്റ്റാർട്ടപ്സ് ത്രൂ MSME സ്കീംസ് ആൻഡ് ഓൾ. ഇൻഫോർമൽ ടു ഫോർമൽ എക്കോണമി, ഫോർമലൈസേഷൻ ഓഫ് എക്കോണമി ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡെമോഗ്രാഫിക് ആൻഡ് അർബൻ ട്രാൻസിഷൻ. യൂത്ത് ബൾജ് ഉണ്ട്. യൂത്ത് ബൾജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ യൂത്താണ് കൂടുതലായിട്ടുള്ളത്. സോ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. റാപ്പിഡ് അർബനൈസേഷൻ. നമ്മുടെ ഒരു അർബനൈസേഷൻ ഭയങ്കര റാപ്പിഡാണ്. ഒരുപാട് അർബൻ സെൻറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അർബൻ സെൻറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പോപ്പുലേഷൻ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടെക്നോളജിക്കൽ ആൻഡ് ഡിജിറ്റൽ ട്രാൻസിഷൻ. ഡിജിറ്റൽ പെനിട്രേഷൻസ് കൂടുന്നുണ്ട്. ഇറ്റ് ഇസ് എ ഡിജിറ്റൽ എറ. അതേപോലെ നമ്മുടെ ഗവേണൻസ് സിസ്റ്റം കൂടുതൽ ഇ ഗവേണൻസിലേക്ക് മാറുന്നുണ്ട്. വാല്യൂ സിസ്റ്റം ആൻഡ് ആസ്പിറേഷൻ. കൺസ്യൂമറിസം. നമ്മൾ കൂടുതലും ട്രഡീഷണൽ വാല്യൂസിൽ നിന്നും ഒരു കൺസ്യൂമർ, ഒരു ഗ്ലോബലൈസേഷൻ പോലത്തെ കാര്യങ്ങൾ കാരണം ഒരു കൺസ്യൂമർ രീതിയിലുള്ള വാല്യൂ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റൈസ് ഓഫ് ഇൻഡിവിജ്വലിസം. പണ്ട് എന്തായിരുന്നു? നമ്മുടെ ഫാമിലി, നമ്മുടെ കൂടെയുള്ളവരൊക്കെ ആയിരുന്നു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അറ്റ് പ്രസൻറ്റ് സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചർ കൂടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഒരു ട്രാൻസിഷൻ. സോ ഈ പാർട്ട് എന്തല്ല? ഒരു പാർട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിന് ഒരുപാട് സ്പേസ് യൂസ് ചെയ്യാണ്ട് ഈ പാർട്ട് അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിൽ എന്ത് ചെയ്യാത്തത്? പോയിൻറ്റ്സ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റും, അതായത് ഇന്ത്യ ഈസ് എ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ, ഹൗ ഡസ് ഇറ്റ് അഫക്ട് ഏജിങ് പോപ്പുലേഷൻ, ഇതിനൊന്ന് കണക്ട് ചെയ്യണം. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കണക്റ്റിംഗ് സെൻറ്റൻസ് കൊടുക്കാം. ലൈക്ക് 2011 സെൻസസ് പ്രകാരം ഏജിങ് പോപ്പുലേഷൻ എത്ര പെർസെൻറ്റേജ് ആണ്? 8.6% ആണ്. ആൻഡ് ദിസ് ട്രാൻസിഷൻസ് നമ്മുടെ ഈ ഒരു ഗ്രോയിങ് ഓൾഡ് ഏജ് പോപ്പുലേഷൻസിനെ മൾട്ടിപ്പിൾ വേയ്സ് മൾട്ടിപ്പിൾ വേയ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ്? 2011
നമുക്കൊരു 2011 സെൻസസ് പ്രകാരം 8.6% ആണ്. ആൻഡ് സ്റ്റഡീസ് കാണിക്കുന്നത് ഇത് ഇനിയും കൂടും. 2050 ആകുമ്പോൾ 19% ആവുമെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മുടെ ഏജ് ഓൾഡ് പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു എന്ത് ചെയ്യണം, ഒരു കണക്റ്റിംഗ് സെൻറ്റൻസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടത്തില്ല. ദെൻ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, നമുക്കിതിന് ഇവിടെ രണ്ട് രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. എങ്ങനെ, പോസിറ്റീവ് എഫക്ട്സും നെഗറ്റീവ് എഫക്റ്റും. ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് എഫക്ട്സ് നോക്കാം. പോസിറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ ആൻഡ് സർവീസസ്. നമ്മുടെ ഒരുപാട് മെഡിക്കൽ ടെക്നോളജീസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ടുണ്ട്, ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ടെലിമെഡിസിൻ, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസിലൊക്കെ നമ്മുടെ എൽഡർലി ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സാമ്പിളാണ് അപ്പോളോ ടെലി ഹെൽത്ത് എനേബിൾസ് എൽഡർലി പേഷ്യൻസ് ഇൻ ദ റിമോട്ട് വില്ലേജസ് ഓഫ് ആന്ധ്രാപ്രദേശ് ടു കൺസൾട്ട് സിറ്റി ഡോക്ടേഴ്സ് വിയ വീഡിയോ കോൾസ് വഴി നമുക്ക് ഡോക്ടേഴ്സിനെ, റൂറൽ ഓൾഡ് ഏജ് പോപ്പുലേഷന്, അർബനിലുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീഡിയോ കോൾസ് വഴി ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ പെൻഷൻസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഓൾഡ് ഏജിന് പെൻഷൻ കിട്ടുന്ന ആ ഒരു ഇതും കൂടിയിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. എക്സ്പാൻഷൻ ത്രൂ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, അടൽ പെൻഷൻ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ, ഈ വക സ്കീംസ് വഴി അവർക്ക് കൂടുതൽ സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. റൈസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ്, മിക്സ്ഡ് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ന്യൂക്ലിയർ ഫാമിലീസ് വഴി എന്താണ്, അവർക്ക് കൂടുതൽ ഓട്ടോണമിയും ഇൻഡിപെൻഡൻസും കിട്ടുന്നുണ്ട്. സോ ഒരു എക്സാമ്പിളായിട്ട് ബാംഗ്ലൂരിൽ എൽഡർലി കപ്പിൾസ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ഒരു ഗേറ്റഡ് എൽഡർലി കപ്പിൾസ് ചൂസ് ലീവ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ സീനിയർ സിറ്റിസൺ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എനേബിൾ ഡിഗ്നിറ്റി ആൻഡ് ഓട്ടോണമി. എൽഡർ കപ്പിൾസ് അവരുടെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ഏരിയാസിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് കൂടുതൽ ഇൻക്രീസ്ഡ് അവയർനെസ് ആൻഡ് റൈറ്റ്സ്, അവരുടെ ഡിഫറെൻറ്റ് ആക്റ്റുകൾ, അവരുടെ പ്രൊട്ടക്ഷൻസിനെ കുറിച്ചൊക്കെ അവർക്ക് കൂടുതൽ അവയർനെസ് കിട്ടുന്നുണ്ട്. 2022 സീനിയർ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് വഴി ഈ ഓൾഡ് ഏജ് പീപ്പിൾ അവരുടെ മക്കൾക്ക്, അവരുടെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻസിൻ്റെ കയ്യിൽ നിന്ന് അവർ കൊടുത്ത പ്രോപ്പർട്ടി റീക്ലെയിം ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ ട്രിവാൻഡ്രത്തും അങ്ങനെ ഒരു ഇഷ്യൂ നടന്നതായിട്ട് നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദെൻ ടെക്നോളജിക്കൽ ഇൻക്ലൂഷൻസ് ഉണ്ട്. എന്താണ്, കൂടുതലും അവർക്ക് ഹെൽത്ത് ട്രാക്കിങ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വഴി അവർക്ക് കൂടുതൽ ഡിജിറ്റൽ അഡാപ്റ്റേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ദൂരെയുള്ള മക്കളെയും ഒക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ NGOs ലൈക്ക് ഹെൽപ്പേജ് ഒക്കെ ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ലിവിങ് ആൻഡ് എൽഡർ ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ, റിട്ടയർമെൻറ്റ് ഹോംസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ കേരളത്തിൽ കൊച്ചിയിൽ എന്ത് വന്നിട്ടുണ്ട്, സ്മാർട്ട് സിറ്റീസ് മിഷൻ പ്രകാരം റാംസ്, ബെഞ്ചസൊക്കെ ഈ എൽഡർലി പോപ്പുലേഷൻ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ ഷിഫ്റ്റ് വേർഡ്സ് റെസ്പെക്റ്റ് ആൻഡ് റെക്കഗ്നീഷൻ, അവരുടെ വിസ്ഡംസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കോർ പാർട്ടാണ്. ഞാൻ ഇത്രയും കണ്ടൻറ്റ് കൊടുത്തത് നിങ്ങൾക്ക് കണ്ടൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കണ്ടൻറ്റ് കിട്ടാനാണ്. ഇത്രയൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷേ കുറേ എക്സാമ്പിൾസും കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള ആൻസേഴ്സിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആസ് എ സൊസൈറ്റി, ഈ സൊസൈറ്റിയിലെ ഈ ട്രാൻസിഷൻസ് എങ്ങനെയാണ് അവരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നാണ്. നെഗ്ലക്റ്റ് ആൻഡ് എൽഡർലി അബ്യൂസ്, എന്താണ്, ഇമോഷണൽ, ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഹെൽപ്പ് ഏജ് ഇന്ത്യ സർവേ പ്രകാരം 47% ഓഫ് എൽഡർലി അബ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ. ദെൻ ഇറോഷൻ ഓഫ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, ലോസ് ഓഫ് ട്രഡീഷണൽ സപ്പോർട്ട്, പഴയ ആ ഒരു സപ്പോർട്ട് അവർക്ക് എന്തില്ല, കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഇറോഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലും ഇവർ ബാധിക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയി പോകും. ഓക്കെ, ദെൻ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് നെഗ്ലക്റ്റ്, അവർക്ക് പലപ്പോഴും ജെറിയാട്രിക് കെയറിൽ ആക്സസ് കുറവാണ്. നമ്മുടെ ജെറിയാട്രിക് കെയറിൽ പലപ്പോഴും ഫ്രീ ആയിട്ട് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും അൺഡയഗ്നോസ്ഡ് ആയിട്ടും മിസ്ഡയഗ്നോസ്ഡ് ആയിട്ടും പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ ഡിവൈഡ്, ഈ ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ നടക്കുന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്തില്ല, ആക്സസ് ഇല്ല. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് സർവീസും ഡിജിറ്റലി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല ഓൾഡ് ഏജ് പീപ്പിളിനും ഈ ഒരു സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല.
ത്രൂ സ്മാർട്ട് ഫോൺസ് ആൻഡ് OTPs. അതുപോലെ തന്നെ ഈ OTPs വഴി അവരൊക്കെ ഒരുപാട് സ്കാംസിലൊക്കെ പോകുന്നുണ്ട്. ദെൻ എക്കോണമിക് ഇൻസെക്യൂരിറ്റി, അവർക്ക് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് മെനി ഓഫ് ദ ഇവരെന്താണ് പോവേർട്ടിയിലാണ് പോകുന്നത്. ഈ റൂറലൈസേഷൻ ഓഫ് ഓൾഡ് ഏജ് വരുമ്പോൾ അവർക്ക് പലപ്പോഴും പോവേർട്ടി ഉണ്ടാവുന്നുണ്ട്. അവിടെ ആ ഒരു കീവേഡൊക്കെ യൂസ് ചെയ്യാം, റൂറലൈസേഷൻ ഓഫ് ഓൾഡ് ഏജ്. ദെൻ ലാക്ക് ഓഫ് എൽഡർലി ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പല നമ്മുടെ ഗവൺമെൻറ്റിലും എന്തില്ല, റാംസ്, ബെഞ്ചസ് പോലെയുള്ള എൽഡർലി ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ല. എക്സാമ്പിൾ, മോസ്റ്റ് ബസ്സസ് ആൻഡ് ട്രെയിൻസ് ലാക്ക് പ്രോപ്പർ സീറ്റിംഗ് ഓർ ബോർഡിംഗ് സപ്പോർട്ട് ഫോർ എൽഡർലി ആൻഡ് ടയർ 2 സിറ്റീസ്. പിന്നെ അർബനൈസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അവരെന്ത് ചെയ്യണം, ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ റൂറലൈസേഷൻ അല്ലെങ്കിൽ ഇവർ സ്ലംസിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്, പിന്തള്ളപ്പെടുകയാണ്. ദെൻ കൾച്ചറൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ഇൻഡിവിജ്വലിസം. പണ്ടൊക്കെ എന്താണ്, ഈ ഒരു എൽഡർലി പീപ്പിളിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, സേവാ കൾച്ചർ എന്താണ്, ഒരു ട്രഡീഷണൽ വാല്യൂ ആയിരുന്നു. അറ്റ് പ്രസൻറ്റ് എന്താണ്, അങ്ങനെ ഒരു വാല്യൂ ഒന്നും ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഒരു ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചറാണ് വരുന്നത്. സോ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യന് ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് ചാലഞ്ചസ്, നെഗറ്റീവ് എഫക്ട്സും പോസിറ്റീവ് എഫക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഈ നെഗറ്റീവ് എഫക്ട്സും പോസിറ്റീവ് എഫക്ട്സും ആണ് ഇതിൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഇത് നിങ്ങളുടെ കോർ പാർട്ടായിട്ട് വെക്കണം. ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ സ്പേസ് ഉണ്ടാവില്ല, ടൈമും ഉണ്ടാവില്ല. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് നിങ്ങൾ എഴുതുക. ദെൻ നമുക്ക് അതിന് ഒരു വേ ഫോർവേഡ് കൊടുക്കണം. വേ ഫോർവേഡ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കുറഞ്ഞ സ്പേസിൽ അത് കൺവേ ചെയ്യാൻ പറ്റണം. സോ ഞാൻ വേ ഫോർവേഡായിട്ട് കൊടുത്തിട്ടുള്ളത് എക്സ്പാൻഡിങ് ജെറിയാട്രിക് ഹെൽത്ത് കെയർ സർവീസസ്, അവരുടെ ഹെൽത്ത് കെയർ സർവീസസ് എക്സ്പാൻഡ് ചെയ്യുക ത്രൂ ടെലിമെഡിസിൻ പോലത്തെ കാര്യങ്ങൾ. പിന്നെ എൽഡർ ഫ്രണ്ട്ലി അർബൻ പ്ലാനിങ്, ഇവിടെ നിങ്ങൾക്ക് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി മിഷൻസിൻ്റെ ഒക്കെ കേസ് സ്റ്റഡീസ് കൊടുക്കാം. അതുപോലെ തന്നെ എൻഹാൻസ് ലീഗൽ സേഫ് ഗാർഡ്സ്, മറ്റേ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ഒക്കെ സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്സ് കൂട്ടുക. പിന്നെ അവരുടെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് എങ്ങനെ കൂട്ടുക, ബൈ സ്ട്രിഞ്ചൻറ്റ് ഓഫ് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീംസ്, അതുപോലത്തെ യൂണിവേഴ്സൽ കവറേജ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ കുറച്ച് വേ ഫോർവേഡ് കൊടുക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുക, ഇൻട്രോ, പിന്നെ ദർ ഇസ് എ ട്രാൻസിഷൻ ഇൻ ദ സൊസൈറ്റി ആൻഡ് അതിൻ്റെ ഒരു കണക്റ്റിംഗ് സെൻറ്റൻസ്, ഹൗ ദാറ്റ് എഫക്ട് ഓൾഡ് ഏജ് പോപ്പുലേഷൻ. ദെൻ ഇതിന് ഓൾഡ് ഏജ് പോപ്പുലേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കണക്റ്റിംഗ് സെൻറ്റൻസ്. എന്നിട്ട് നമ്മുടെ കോർ പാർട്ട്, ഹൗ ദാറ്റ് എഫക്ട് ഓൾഡ് ഏജ് പോപ്പുലേഷൻ, പോസിറ്റീവ്സ്, ദെൻ നെഗറ്റീവ്സ്, ദെൻ ഒരു വേ ഫോർവേഡ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ബോഡി നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഇന്ത്യസ് ട്രാൻസിഷൻ എന്താണ്, ഇന്നവേറ്റബിൾ ആണ്. നമ്മുടെ ഏതൊരു സൊസൈറ്റിയും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു ട്രാൻസിഷൻ ഇന്നവേറ്റബിൾ ആണ്. സോ ഈ ട്രാൻസിഷനിൽ നമ്മുടെ ഓൾഡ് ഏജ് പോപ്പുലേഷനെയും കൂടെ കൊണ്ടുവരാം. നമുക്ക് വേ ഫോർവേഡിൽ സിൽവർ എക്കോണമിയുടെ പോയിൻ്റൊക്കെ കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇന്നവേറ്റബിൾ ആണെങ്കിൽ കൂടി ഇവരെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ കോൺട്രിബ്യൂഷൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ, ഹെൽത്ത്, സോഷ്യൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാ ഡയമെൻഷനിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ട്രാൻസിഷൻ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു ഒപ്റ്റിമിസ്റ്റിക് കൺക്ലൂഷനും കൂടെ കൊടുത്താൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. താങ്ക് യു ഓൾ.